Audio Jungle. Audio Jungle. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ പ്രോട്ടോടൈപ്പിൻ്റെ ഫ്യൂമിഗേഷൻ. അതായത് ആദ്യം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നടന്നിരുന്ന ആ ഒരു പ്രോസസ്സിനെ ഇവർ ഫൗണ്ടേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് 1 year പ്രോഗ്രാമിൻ്റെ ഒപ്പം ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഫൗണ്ടേഷനാണ്. അപ്പം ഇതിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവർ വരുത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. അതായത് ഈ രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടിയിട്ടാണ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതൊക്കെ. അപ്പം ഈ ഫ്യൂമിഗേഷൻ ഫൗണ്ടേഷനിലായിട്ട് മാറിയിട്ടുണ്ട് എന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോ കണ്ട യൂസ് ആയിരിക്കും. അതിൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്നും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ആദ്യം നമ്മൾ നോക്കാൻ വന്ന ഫ്യൂമിഗേഷൻ ആണ്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു ആദ്യം ഉള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ അല്ലെങ്കിൽ റീക്യാപ്പ് ഒന്ന് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് ഫ്യൂമിഗേഷനെ കുറിച്ചിട്ടാണ്, എന്നിട്ട് ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു അനിമേഷൻ വീഡിയോ ആയിട്ടുള്ള ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതും വെച്ചിട്ട്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു വീഡിയോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ളത് ആദ്യം നമ്മൾ ബ്രോഡ് ക്യാമ്പിലേക്ക് ചേരുമ്പോൾ ജോയിനിങ് ഫ്യൂമിഗേഷൻ, അതായത് ഫ്യൂമിഗേഷനിലേക്ക് നമ്മൾ ഒരു ജസ്റ്റ് ഒരു 100K ആദ്യത്തെ ഒരു 5 വീഡിയോ കണ്ടിട്ടുള്ള ഒരു ബേസിക് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ നടത്തും. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ പാസ്സായാൽ മാത്രമാണ് ഒരു അഡ്മിഷനിലേക്ക് പോകുക. അതായത് ഫ്യൂമിഗേഷനിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രൊസീജിയർ ഇപ്പോൾ ഈ ഫ്യൂമിഗേഷൻ ടൈമിലുണ്ട്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഫ്യൂമിഗേഷൻ ടൈമിലാണുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് അടക്കേണ്ട ഫീസ് എത്രയാണെന്ന് വെച്ചാൽ 15K, അതായത് 15,000 രൂപയാണ് നമുക്ക് അടക്കേണ്ടത്. പിന്നെ നമുക്ക് 3 തവണ ഫ്യൂമിഗേഷൻ അറ്റൻഡ് ചെയ്യുക. അതായത് ഒരു തവണ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും അറ്റൻഡ് ചെയ്യുക, പിന്നെയും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ആ ഒരു 3 ചാൻസിൽ നമുക്ക് ക്രാക്ക് ചെയ്താൽ മതി. അതാണ് ഈ ഫ്യൂമിഗേഷൻ്റെ അകത്തുള്ള ആദ്യത്തെ പോയിൻ്റ് ആയിട്ടുള്ള. ഇനി സെക്കൻഡ് പോയിൻ്റ്, ഈ ഫ്യൂമിഗേഷൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നാണ് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് 14 ദിവസത്തെ ഒരു ഫ്യൂമിഗേഷൻ പ്രോസസ്സ്. അതായത് ആദ്യം നമുക്കൊരു 3 ദിവസം വർക്ക്ഷോപ്പ് വരും. അതായത് നമ്മളെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രത്യേകതരം ഒരു വർക്ക്ഷോപ്പ്. ഓക്കെ, അതായത് കുറേ മോട്ടിവേഷനും അതൊക്കെ തന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മളെ പ്രിപ്പയർ ആക്കുന്ന ആ ഒരു 6-7 മാസം വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ അല്ല, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നൊരു പ്രോസസ്സാണ് ആ ഒരു 3 day വർക്ക്ഷോപ്പ്. അതും പിന്നെ ഒരു 14 ദിവസത്തെ ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ്. ഈ 14 ദിവസത്തെ ഫ്യൂമിഗേഷൻ, അതായത് ഈ 3 day വർക്ക്ഷോപ്പ് ഒറ്റയ്ക്ക് കിട്ടും. അതായത് ഫസ്റ്റ് ഡേ മാത്രമേ കിട്ടൂ. വീണ്ടും നിങ്ങൾ ഫ്യൂമിഗേഷൻ അറ്റൻഡ് ചെയ്താൽ 14 day ഇത് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതായത് വീണ്ടും ഫ്യൂമിഗേഷൻ അറ്റൻഡ് ചെയ്യാന്നുള്ളൂ. വർക്ക്ഷോപ്പ് ഒറ്റയ്ക്ക് മാത്രം, അത് ഒറ്റയ്ക്ക് മാത്രം കിട്ടേണ്ട ഒന്നാണ്, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇനി തേർഡ് പോയിന്റ്, അതായത് മോക്ക് ഫ്യൂമിഗേഷൻ. അതായത് ഫ്യൂമിഗേഷൻ 14ാമത്തെ ദിവസം ഉണ്ടാവും. അതിന് മുമ്പ് 7ാമത്തെ ദിവസം നമുക്ക് മോക്ക് ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ പാസ്സായാലും പാസ്സായി, അതായത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് പോകാം. ഇനി നിങ്ങൾ ഇൻ കേസ് ഫെയിലായാലും നിങ്ങൾക്ക് ഫ്യൂമിഗേഷനിൽ പാസ്സാകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ മോക്കിൽ ഇപ്പോൾ പാറ്റേൺ അറേ പാസ്സായിട്ടുണ്ടെങ്കിൽ ഊപ്സിലാണ് ഫെയിലായെങ്കിൽ നിങ്ങൾ ISA എല്ലാം നോക്കുന്നെങ്കിൽ എന്തുണ്ട്, നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്തു പോകുക. അതായത് അടുത്ത ഫ്യൂമിഗേഷനിൽ നിങ്ങൾക്ക് ഊപ്സ് തൊട്ടിട്ട് അങ്ങോട്ടേക്ക് പോയാൽ മതി. ആ ഒരു പ്രോസസ്സും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ ISA നോക്കണ്ട, അത് ഇല്ല. അത് ആ ഒരു കാര്യം ഫൗണ്ടേഷൻ ആ ഒരു പാർട്ടിലെത്തുമ്പം പറഞ്ഞുതരാം. അപ്പം ഇതിൻ്റെ ഈ ഒരു തേർഡ് പോയിൻ്റ് ആയിട്ടുള്ളത് ഇതാണല്ലോ. അതായത് 17ാമത്തെ ദിവസം മോക്ക് ഫ്യൂമിഗേഷൻ ഉണ്ടാവും. ജസ്റ്റ് മോക്ക് എക്സാം പോലെ തന്നെ ഒരു പ്രോസസ്സ്. ഇനി ഫ്യൂമിഗേഷൻ. ഓക്കെ, അതായത് ഈ ഫ്യൂമിഗേഷൻ അല്ലെങ്കിൽ മോക്ക് ഫ്യൂമിഗേഷൻ എന്ന് വെച്ചാൽ 14 ദിവസമായാലും 7ാമത്തെ ദിവസമായാലും നടക്കുന്ന ഈ സെയിം റൗണ്ട് ആയിരിക്കും. അതായത് ആദ്യം 4 റൗണ്ടാണ് ഈ ഒരു ഫ്യൂമിഗേഷൻ ഉണ്ടാകുക. ആ റൗണ്ട്സ് നെക്സ്റ്റ് പോയിന്റിലുണ്ട്. ആ 4 റൗണ്ടുകൾ പാസ്സായാലായിരിക്കും ബ്രോഡ് ക്യാമ്പിലേക്ക് കയറുന്നുണ്ടാവും. ഓക്കെ,
അതുപോലെ തന്നെ ഇതിനകത്ത് പറയേണ്ട ഈ ഒരു 14 ദിവസത്തിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഈ 14 ദിവസം നിങ്ങൾക്ക് ടെക്നിക്കൽ 1 hour ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ 1 hour ക്ലാസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം, വേണ്ടവർക്ക് അറ്റൻഡ് ചെയ്യുക. ചില ഇനി അതിൻ്റെ അകത്തുള്ളത് ഫസ്റ്റത്തെ റൗണ്ട്, അതായത് ആദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുക ഒരു അരമണിക്കൂർ പാറ്റേണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഓർ തരും. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ റൗണ്ട്. അതിൽ നമ്മൾ പാസ്സായാൽ അടുത്ത സെക്കൻഡ് റൗണ്ട് ആയിട്ടുള്ള അറേൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഓർ നമുക്ക് തരും. ആ ഒരു അറേൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്താൽ ആ ഒരു ഫസ്റ്റത്തെ കോഡിങ് റൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് അവിടെ തീരും. ഓക്കെ, ഇനി തേർഡ് ആ പാസ്സായ കുട്ടികൾക്ക് അടുത്ത തേർഡാമത്തെ മൂന്നാമത്തെ ആ റൗണ്ട്. ഓക്കെ, ഊപ്സ് റൗണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് ഊപ്സിൻ്റെ ബേസിക് കാര്യങ്ങളും വൈവിയായിരിക്കും കൂടുതലുണ്ടാകുക. പിന്നെ ടെക്നിക്കൽ, അതായത് പ്രാക്ടിക്കൽ നോളജ് ഓർ ചെക്ക് ചെയ്യും, അതായത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഓർ ചെയ്യിപ്പിക്കും. അത് തിയറി ബേസ്ഡ് ആകാം, തിയറി അല്ലാണ്ടും കിട്ടാം. ഇനി അത് പാസ്സായവർക്കുള്ള നെക്സ്റ്റ് റൗണ്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ് ഡെയിലി തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ വെച്ച് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ലെവൽ എത്രയുണ്ടെന്ന് അളക്കാനുള്ള ഒരു ഇതാണ് ഈ കമ്മ്യൂണിക്കേഷൻ റൗണ്ട്. ഓക്കെ, ഇത് മാക്സിമം എല്ലാവർക്കും പാസ് സ്കോർ, അതായത് പാസ്സാനുള്ള സ്കോർ കിട്ടാൻ സിമ്പിൾ തന്നെയാണ്. ബട്ട് അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ISAൻ്റെ സ്കോർ ഉണ്ട്, അത് കിട്ടാൻ കുറച്ചും കൂടി നോളജ് കൂടുതലായിട്ട് വേണം, അല്ലാതെ കിട്ടത്തില്ല എന്നാണ് എനിക്കറിയാവുന്നത്. അതായത് അത്യാവശ്യം ബേസിക് അങ്ങും വേണം. അപ്പം ഇനി കഴിഞ്ഞ് അതൊക്കെ പാസ്സായാൽ ഇതിലേക്ക് എത്തി നിങ്ങൾ അടുത്തത്, അതായത് എൻ്ററിങ് ബ്രോഡ് ക്യാമ്പ്, അതായത് കോഴ്സിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതായത് കോഴ്സിൻ്റെ നിങ്ങൾ ഏത് 1 year ആണെങ്കിൽ 1 yearൻ്റെ കോഴ്സ് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം. അത് 2-3 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതായത് ഇത് ആ ഒരു ബ്രോഡ് ക്യാമ്പിൻ്റെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒന്ന് അപ്പ് ഫ്രണ്ട്, അതായത് മെജോറിറ്റി ആളുകൾ എടുക്കുന്ന, പിന്നെ ഇവിടെ EMI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ, പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ളത് ISA അല്ലെങ്കിൽ പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ. അതിനെക്കുറിച്ചിട്ട് അധികമൊന്നും പറയാനില്ല. ഓക്കെ, അത് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അടക്കുന്ന ഒരു പ്രോസസ്സ്. അതിപ്പോൾ കുറേ അപ്പുറത്തേക്ക് വരുമ്പോൾ ഇല്ലത് അതവിടെ ഇല്ല, അതുകൊണ്ട് പറയുന്നില്ല അതിനെക്കുറിച്ച്. ഇപ്പോൾ കോഴ്സ് പേയ്മെൻറ്റ് ഇവിടെ പേയ്മെൻറ്റ് കൊടുക്കാൻ കാരണം എന്തായാലും നിങ്ങൾ ഫീസ് അടക്കുന്നതിൽ ഒരു ധാരണ ഉണ്ടാവും, അത് അടുത്തതിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നിങ്ങൾ എന്തായി ബ്രോഡ് ക്യാമ്പിലേക്ക് കയറി, അതായത് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ വീക്ക് 1 വീക്ക് 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാകുക. അതായത് ഇനി അങ്ങോട്ടേക്ക് വീക്ക് 1 വീക്ക് 2 അങ്ങനെ പറഞ്ഞിട്ട് പോകും. ഓക്കെ, ഇതാണ് ഏത് ഫെമിഗേഷൻ്റെ ഒരു ഓവറോൾ ഐഡിയ. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ചോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ്, അതായത് ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഇതാണ് ഞാൻ അതിനു വേണ്ടി സെറ്റ് ചെയ്ത വീഡിയോ. ഇതിനകത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബ്രോഡ് ക്യാമ്പ് ഓണാകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആദ്യത്തെ ഫിമിഗേഷൻ്റെ അകത്ത് നോക്കിയാൽ ഫിമിഗേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് ഓണാകുന്നത്, അതായത് ബ്രോഡ് ക്യാമ്പ് ഓണാകുന്നത്. പക്ഷേ ഈ ഫൗണ്ടേഷൻ്റെ കാര്യം എടുത്താൽ നിങ്ങൾ 1 year കോഴ്സിലേക്ക് കയറിയാണ് ഫസ്റ്റ് ചെയ്യുന്നത്, അതായത് ആഴെയാണ് നിങ്ങൾ കയറുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ റൗണ്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുക. അപ്പം ഇപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ബ്രോഡ് ക്യാമ്പ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അതും അതായത് ബ്രോഡ് ക്യാമ്പിലേക്ക് നിങ്ങൾ കയറിക്കഴിഞ്ഞ് ഓക്കെ 1 year കോഴ്സിൻ്റെ പേയ്മെൻറ്റ്, അതായത് കോഴ്സിൻ്റെ ഇവിടെ ഇപ്പോൾ 2 പേയ്മെൻറ്റ് മെത്തേഡാണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ ഫുള്ള് പേ സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന അപ്പ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ളത്. പിന്നെയുള്ളത് EMI, അല്ലെങ്കിൽ ഇവിടെ 2-3 തവണ എത്രയോ തവണകളായിട്ട് അടക്കേണ്ട വേറൊരു ഓപ്ഷനുണ്ട്. ഇതൊക്കെയാണുള്ളത് ഇപ്പം നിലവിലുള്ള. ഓക്കെ, ISA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ 1 year കോഴ്സിലേക്കുള്ള പേയ്മെൻറ്റാണ് അടക്കേണ്ടതായിട്ടുള്ളത്. അതായത് നിങ്ങൾ ബ്രോഡ് ക്യാമ്പിലേക്ക് ഇടുന്ന് കയറിക്കഴിഞ്ഞ് ഓക്കെ അത് ഓർത്താൽ മതി. ഇതാണ് ഫൗണ്ടേഷൻ. അതായത് ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ 3 day വർക്ക്ഷോപ്പും ഉണ്ട്. അതോടൊപ്പം 4 വീക്കിലെ പ്രോസസ്സാണ് ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുക. അതായത് 4 ആഴ്ചയായിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ നടക്കുന്നത്. ആ ഓരോ ആഴ്ച എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാം. അതായത് 3 day വർക്ക്ഷോപ്പ്, അത് ആദ്യമുള്ള ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ പാറ്റേൺ തന്നെയാണ്. ഇപ്പോൾ അതിൽ കുറച്ചും കൂടി ആഡ് ആയിട്ടുണ്ടാകാം, അത് അതുപോലെ തന്നെയാണ് ഉള്ളത്. ഇത് നിഖിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇത് മെയിൻ ഡിസ്കഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം 2 ദിവസത്തെ വർക്ക്ഷോപ്പും പിന്നെ ഒരു ദിവസം ലാസ്റ്റ് ബ്രോഡ് ക്യാമ്പിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഒരു അത്യാവശ്യം മെയിനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ചും പറയുന്ന രീതിയിലേക്ക് മാറ്റുന്നു.
പക്ഷെ അത് ഇതുവരെ നടത്തിയിട്ടില്ല. 3 day വർക്ക്ഷോപ്പാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ 4 week കംപ്ലീറ്റ് ഫൗണ്ടേഷൻ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീക്ക് 1 സിയും ബേസിക് ഓഫ് പാറ്റേൺ, അതായത് സി പ്രോഗ്രാമിങ്ങും പിന്നെ ബേസിക് ഓഫ് പാറ്റേണുമാണ്. ബേസിക് അല്ല, അത്യാവശ്യം ലെവലുള്ള പാറ്റേൺ വരെ ഈ ഒരു വീക്കിൽ കവർ ചെയ്യണം. ഓക്കെ, അത്യാവശ്യം ലെവൽ മതി, ബേസിക് തന്നെ മതി. ഓക്കെ, വീക്ക് 1 അത് രണ്ടുമാണുള്ളത്, സി പ്രോഗ്രാമിങ്ങും ബേസിക് ഓഫ് പാറ്റേണും. ഓക്കെ, ഇത് നമ്മൾ ഈ 14 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് 14 ദിവസം കൊണ്ടൊന്നും ആർക്കും പറ്റുന്നില്ല. അപ്പം അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഒരു വീക്കിൽ നമുക്ക് സി പ്രോഗ്രാമിങ്ങും ബേസിക് ഓഫ് പാറ്റേണും ആക്കി മാറ്റിയത്. ഈ രണ്ടാമത്തെ വീക്കിലേക്ക് വന്നാൽ ഒരു വീക്ക് കൊണ്ട് തീർക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൂ. ഓക്കെ, ഇനി അറേ പ്രോഗ്രാമിങ്, അതായത് സെക്കൻഡ് വീക്ക് അറേ പ്രോഗ്രാമിംഗ് ആണുള്ളത്. ഓക്കെ, അതായത് അറേൻ്റെ ബേസ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാമിങ്സ് ഉണ്ട്. അതിനും ഒരു വീക്ക് മതി അത് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കാൻ. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ വീക്ക് എന്ന് വെച്ചാൽ ഊപ്സ് റൗണ്ട് ആൻഡ് ബേസിക് ഓഫ് ജാവ. ഓക്കെ, അതായത് ബേസിക് ഓഫ് ജാവ എന്ന് വെച്ചാൽ ജാവേൻ്റെ ബേസിക് തന്നെ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അത് ഈ ഒരു ഊപ്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ആ ഒരു ബേസിക് കാര്യങ്ങൾ. അപ്പം ഈ 2 കാര്യങ്ങളാണ് തേർഡ് വീക്കിലുള്ള. ഈ ഊപ്സും ഇതും എല്ലാം കൂടിയിട്ട് നമുക്ക് 14 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്നില്ല എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇവർ മേക്ക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ ഓരോ വീക്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. ഓൾറെഡി ഒരാൾക്ക് പുറത്തുനിന്ന് പഠിച്ചിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ ഈ ഒരു 1 year കോഴ്സിൻ്റെ അകത്ത് വരുമ്പോൾ ഇല്ല. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയൊക്കെ പഠിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു സ്ട്രക്ചർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, 1 വീക്കൊക്കെ ഊപ്സ് റൗണ്ട് നന്നായിട്ട് തന്നെ പഠിക്കാൻ പറ്റും ഒരു വീക്ക്. ഓക്കെ, ഇനി അടുത്തത് 4th വീക്ക്. ഇത് ഒരു ഡൊമൈൻ വീക്ക് പോലത്തെ ഒരു വീക്കാണ് ഈ ഒരു 4th വീക്ക് എന്ന് വെച്ചാൽ. അതായത് എല്ലാ വീക്കിലെയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീക്കിലെടുത്ത് പഠിക്കണം. എന്നിട്ട് നമുക്കൊരു നോർമലായിട്ട് ബ്രോഡ് ക്യാമ്പിൽ ഒരു സ്റ്റുഡൻ്റ് അറിയാം 6ാമത്തെ വീക്കാണ് ഫുൾ ഡൊമൈൻ വീക്ക് എന്ന് പറയുക. ഓക്കെ, ഇതിനെ ജസ്റ്റ് ഒരു ഫുൾ ഡൊമൈൻ എന്ന് വിളിക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്കും ഈ ഒരു വീക്കിൽ നമ്മൾ കവർ ചെയ്തിട്ട് ഇതിനെ റിവ്യൂലിരിക്കണം. അതുപോലെ ഈ ഓരോ വീക്കിലും റിവ്യൂസ് ഉണ്ടാവും, അതായത് ഓരോ വീക്കെൻഡിലും റിവ്യൂസ് ഉണ്ടാവും. ഈ ഒരു വീക്കിലൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലാസ് കിട്ടുന്നുണ്ടാവും, അതുപോലെ തന്നെ ടെക്നിക്കൽ ക്ലാസ്സും കിട്ടുന്നുണ്ടാവും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും ഓരോ വീക്കിലും റിവ്യൂസും ഉണ്ടാവും. അപ്പം ആ ഓരോ വീക്കിലെ റിവ്യൂസ് നമ്മൾ പാസ്സാവണം. അതായത് ടെക്നിക്കൽ റൗണ്ടും കമ്മ്യൂണിക്കേഷൻ റൗണ്ടും അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്സാവണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അന്വേഷിച്ചാൽ എനിക്ക് അറിയാമെന്ന് വെച്ചിട്ട് അത് പാസ്സായി കമ്മ്യൂണിക്കേഷൻ റൗണ്ടും അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ വീക്ക് ക്ലോസ് ചെയ്യണം, അടുത്ത വീക്കിലേക്ക് പോകും. എന്നിട്ട് ആ വീക്കിലെ കാര്യങ്ങളും ടാസ്കൊക്കെ തീർത്തിട്ട് റിവ്യൂ അറ്റൻഡ്, അതായത് ടെക്നിക്കൽ റൗണ്ടും പിന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു റൗണ്ടും ഉണ്ടാവും. അത് ഈ 4 വീക്കിലുണ്ട്. ഇനി 4ാമത്തെ വീക്കിലേക്ക് വന്നാലും ഈ 4ാമത്തെ വീക്കിലേക്ക് വന്നാൽ ടെക്നിക്കൽ പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിലേക്ക് പോകും, കമ്മ്യൂണിക്കേഷൻ റൗണ്ടിലേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, അതായത് ടെക്നിക്കൽ പാസ്സായ ഒരാൾക്ക് മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷനിൽ കടത്തി വിടുന്നുള്ളൂ. എന്നിട്ട് ഈ ഒരു 4th വീക്ക് പാസ്സായി കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് എന്നാ, അതായത് ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടാവും, എല്ലാ വീക്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ഓഡിയൻസ് കുറച്ച് ഹൺഡ്രഡ്സ് അല്ല, ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഏതിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് നിങ്ങളെ കണ്ടിന്യൂ യുവർ 1 year കോഴ്സാണ്. അതായത് ഇവിടുന്നാണ് ഒരു 1 year കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഈ വീക്ക് 4 എത്തി, ഇനി നിങ്ങൾ 1 year കോഴ്സിലേക്ക് പോവുകയല്ല ചെയ്യുക. ഇവിടുന്ന് വീക്ക് 5 ആയിട്ടാണ് ഇനി വരുന്ന കോഴ്സ് ഉണ്ടാകുക. അതായത് നമ്മൾ ബ്രോഡ് ക്യാമ്പ് പഠിക്കുമ്പോൾ ഫസ്റ്റ് വീക്ക് ആയിട്ടുള്ളത് ഏതാ നമുക്കുണ്ടായിരുന്ന HTML CSS ആയിരുന്നു. അത് നിങ്ങൾക്ക് ഇനി 5ാമത്തെ വീക്കിലായിട്ടായിരിക്കും ഉണ്ടാകുക. ഇനി അങ്ങോട്ടേക്ക് 5, 6, 7 അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാകുക. ഓക്കെ, അതായത് എൻട്രി ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് പിന്നെ ഓരോ വീക്കും അതിൻ്റെ ഉള്ള പ്രോസസ്സ് തന്നെയാണ്. ആ ഒരു 1 year പ്രോഗ്രാമിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണത്. ഓക്കെ, ഇനി 5ാമത്തെ വീക്കിലേക്കും നിങ്ങൾ ഇതിലേക്ക് പോകുന്നുണ്ടാകുക, നമ്മൾ 1ാമത്തെ വീക്കിലേക്ക് വരുന്നുണ്ടാകുക. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ പഠിക്കാൻ അത്യാവശ്യം നല്ല ടൈം കിട്ടിയിട്ടുണ്ട്. ഓരോ വീക്കിലും പാസ്സായി പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒന്നും അറിയാതെ ഒരാൾക്കും ആ ഒരു വീക്ക് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം തിരക്കും കാര്യം രണ്ടും തമ്മിലുള്ള വ്യത്യാസമായിട്ടുള്ള
അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടിനെയും ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഇനി അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് കൂടുതൽ പഠിക്കാനുള്ള ടൈം കിട്ടും, അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ തന്നെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് കൂടുതലുള്ളത്. ഇനി ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരേ കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു 1 ഇയർ കോഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ ഒരു എൻ്റർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കോഡിങ് പറ്റുമോ ഇല്ലയോ എന്ന് ചാൻസ് ഇല്ല, അതായത് ടേക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ല. അതായത് നമുക്ക് കോഡിങ് പറ്റുമോ ഇല്ലയോ എന്നുള്ള എബിലിറ്റി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് ഇപ്പോൾ ഇല്ല, ആദ്യം ഉണ്ടായിരുന്നു. അതായത് ഫിമിഗേഷൻ വരെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഗിറ്റ് ചെയ്ത് നടന്ന് പോകാം. ബട്ട് ഇവിടെ 1 ഇയർ കോഴ്സിൻ്റെ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇനി നിങ്ങൾ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോയാൽ പറ്റുള്ളൂ. ഓക്കെ, അത് ഒരു കാര്യത്തിൽ നോക്കിയാൽ അഡ്വാൻറ്റേജും കൂടിയാണ്. നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവില്ല. കയറി കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഒരു കാര്യങ്ങൾ. ഈ ഒരു വീഡിയോയിൽ നല്ലൊരു ബ്രീഫ് ഐഡിയ രണ്ടിനെയും കുറിച്ചിട്ടുള്ള ഞാൻ തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ISA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വിട്ട്. അപ്പോൾ ഇത്രയ്ക്കും കാര്യങ്ങളാ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള. താങ്ക് യു ഫോർ ഹിയർ മീ. ബൈ ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യൂ സർ.